എൻ്റെ വീട്ടിൽ വിളഞ്ഞ റംബുട്ടാനാണിത്. ഇതൊരു വിദേശിയാണ്, അയിനത്തിൽപ്പെട്ടാണ്, ശരിക്കും വിദേശിയാണ് ഈ റംബുട്ടാൻ. നേരത്തെ കൂട്ടി ഇത് പൂടുകയും പഴമാവുകയും ചെയ്തു. നിങ്ങളുടെയൊക്കെ നാട്ടിൽ പഴമായി തുടങ്ങിയോ? ഇത് മലേഷ്യൻ ഒരു റംബുട്ടാനാണ്, മലേഷ്യൻ്റെ ജനുസാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അതിൻ്റെ കണ്ണ് കൊണ്ടുവന്ന് ബഡ് ചെയ്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ നന്നായിട്ടത് മരമായി അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇതൊരു മലേഷ്യൻ ജനുസ് ആയതുകൊണ്ട് ഇതിൻ്റെ കുരു വളരെ ചെറുതാണ്. ഇത് കണ്ടോ, ധാരാളം മാംസളമായ ഭാഗങ്ങൾ ഇതിന് കൂടുതലാണ്. മറ്റ് വീടുകളിലുള്ളതുപോലെയല്ല, അതിന് പ്രത്യേകതയുണ്ട്. പിന്നെ നല്ല വലുപ്പം കൂടുതലാണ് ഇതിൻ്റെ കാര്യം. ഇത് കണ്ടോ, റംബുട്ടാനൊക്കെ എല്ലാവരുടെയും വീട്ടിലും വ്യാപകമായി വരുന്നതിന് മുമ്പ് ഒരു നഴ്സറിയിൽ നിന്ന് പ്രത്യേക ജനുസ് കിട്ടിയത് കൊണ്ട് ഞാൻ കൊണ്ടുവന്ന് ബഡ് ചെയ്ത്, നല്ല മുടക്കൊക്കെ ഉണ്ട്, കിട്ടിയതാണിത്. അതുകൊണ്ടാണ് ഇത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നത്. നിരവധി അപകടങ്ങൾ ഈ പഴം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മുടെ വീട്ടിലൊക്കെ ഇത് കൈകാര്യം ചെയ്യാൻ. കുട്ടികൾക്ക് ഇത് വളരെ പൊളിച്ച് കൃത്യമായിട്ട് എൻ്റെ കുരു എടുത്തതിന് ശേഷമേ കൊടുക്കാവുള്ളൂ, അല്ലെങ്കിൽ അവരുടെ തൊണ്ടയിൽ കൊടുക്കും. അതാണ് ഏറ്റവും വലിയൊരു അപകടം ഇതിനകത്ത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അമ്മമാർ പ്രത്യേകം. ഇനിയിപ്പോൾ കുറച്ച് കാലം റംബുട്ടാൻ്റെ ഒരു കാലമാണ്. ഇഷ്ടം പോലെ പഴമൊക്കെ കിട്ടും, മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ കുട്ടികൾക്ക് ഇത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ പൊളിച്ചത് കഴിക്കാൻ പെട്ടെന്ന് വായിലേക്ക് ഇങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോവും, തൊണ്ടയിൽ കൊടുക്കും. അതുകൊണ്ട് ഇതിൻ്റെ പഴമൊക്കെ നല്ല വലിപ്പം. അതുകൊണ്ട് സാധാരണ ഒരു പഴം പോലെയല്ല ഇത്. വിൽപ്പനയ്ക്കില്ല കേട്ടോ, ഇത് നമുക്ക് സ്വന്തം കഴിക്കാനുള്ളൂ. ഒരു മരം വീട്ടിലുണ്ട്, അതുകൊണ്ട് സന്തോഷമായിട്ട് എല്ലാവർക്കും കഴിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. വിൽപ്പനയ്ക്കൊന്നുമില്ല. ഇപ്പം നിങ്ങളുടെ നാട്ടിൽ, അതായത് നിങ്ങളുടെ വീട്ടിലെ മരത്തിൽ പഴങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ടോ, പഴുക്കാറായോ എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് രൂപത്തിൽ എഴുതാം.